ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ തൊടിയിലുള്ള ചക്കമരം ഉണ്ടല്ലോ, പ്ലാവ്. ആ പ്ലാവിൽ കുറേ ചക്കയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുട്ടിച്ചക്ക മുതൽ അത് പഴുത്ത ചക്ക വരെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചക്ക വിശേഷമാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചക്ക വിശേഷമൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല, അത്ര അധികമാണ് കേട്ടോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് വളരെ നല്ലതാണ്, ഹെൽത്തി ആണെന്നുള്ളതൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒട്ടും വിഷമില്ലാതെ അതേപോലെ തന്നെ ഒട്ടും മായം ചേരാത്തൊരു ഫ്രൂട്ടാണ് ഈ ചക്ക എന്ന് പറയുന്നത്. ഇതിൽ വൈറ്റമിൻ എ ഉണ്ട്, സിയുടെ ഒക്കെ കലവറയാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ തയാമിൻ, പൊട്ടാസ്യം, കാൽഷ്യം, റൈബോഫ്ലേവിൻ, നിയാസിൻ, സിങ്ക് തുടങ്ങിയ ധാരാളം ധാതുക്കളൊക്കെ ഈ ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ധാരാളം നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ള ചക്ക ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പഠനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചക്കയിലെ പൊട്ടാസ്യം BP കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ചക്കയിൽ ധാരാളം അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് വിളർച്ച മാറാനൊക്കെ സഹായിക്കും, ബ്ലഡൊക്കെ വർദ്ധിപ്പിക്കാനും സഹായിക്കും. ബ്ലഡ് സർക്കുലേഷനൊക്കെ പ്രോപ്പർ ആക്കാനായിട്ട് ചക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ആസ്മ രോഗികൾക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു മരുന്ന് കൂടിയാണ് കേട്ടോ ഈ ഒരു ചക്ക. തൈറോയ്ഡ് പ്രശ്നം പരിഹരിക്കാനൊക്കെ ചക്ക വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഹോർമോൺ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹോർമോണൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചക്കയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് പച്ചയാണെങ്കിലും പഴുത്തതാണെങ്കിലും ഒക്കെ വളരെ സൂപ്പറാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഇതിൽ മെഗ്നീഷ്യം, കാൽഷ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇവ എല്ലുകളുടെയും ബലത്തിന് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ സൂപ്പറാണ്. എല്ല് തേയ്മാനം പോലുള്ള രോഗങ്ങളൊക്കെ ചെറുക്കാനായിട്ട് ചക്കയ്ക്ക് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ പച്ചച്ചക്കയാണ് കുറച്ച് പറിച്ചിട്ടിട്ടുള്ളത്. പഴുത്ത് നമുക്ക് വേറെ പ്ലാവിൽ പോയി പറിക്കാം. അപ്പോൾ ഇത് നല്ല പൊക്കത്തിൽ പോയിട്ടുള്ള പ്ലാവാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തോട്ടി കൊണ്ട് ഇതാ പച്ചച്ചക്ക പറിച്ചിട്ടുണ്ട്. പച്ചച്ചക്ക കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാൻ പറ്റും, നല്ല നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ നമുക്ക്. പിന്നെ ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. സൂപ്പർ ആയിരിക്കും ഈ പച്ചച്ചക്ക കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയാൽ. നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊരു വീഡിയോ ചെയ്യാം കേട്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഇത് വളരെ ഉത്തമമാണ്. ചക്കയ്ക്ക് മധുരം നൽകുന്നത് സൂക്രോസും ഫ്രാക്ടോസും ആണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഈ ചക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പ്രായക്കുറവ് തോന്നുന്നതിനും ചക്ക കഴിക്കുന്നത് സഹായിക്കും. ഇതിലെ വൈറ്റമിൻ എ ഉണ്ടല്ലോ, അതാണ് ചർമ്മ സംരക്ഷണത്തിന് സഹായിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയൊക്കെ ആവാനായിട്ട് നമ്മൾ ഈ ചക്കയൊക്കെ ഒന്ന് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് ഈ ചക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ചക്കയ്ക്ക് നല്ലൊരു കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ധാരാളം നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് ചക്ക കഴിക്കുന്നതിലൂടെ വളരെ നല്ലതാണ്. ഇത് സൂപ്പറായിട്ട് അതിന് സഹായിക്കും കേട്ടോ. ക്യാൻസറിനെയൊക്കെ തടയാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ധാരാളം കോപ്പർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചക്ക കൊണ്ട് നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിൽ LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ HDL കൊളസ്ട്രോൾ ഉയർത്താനും ഇത് സഹായിക്കും. ചക്കയിൽ അടങ്ങിയിരിക്കുന്ന അയണും വൈറ്റമിൻ B, വൈറ്റമിൻ B3, B6 എന്നിവ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക എന്ന് പറയുന്നത് ഒരു മാന്ത്രിക വിഭവം തന്നെയാണ്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ഗൈസ്. അപ്പോൾ ചക്ക നമുക്ക് വീട്ടിൽ പ്ലാവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിലെ മുതൽ ആ ഒരു പച്ച ചക്ക മുതൽ പഴുത്ത ചക്ക വരെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്രയും ബെറ്ററാണ് കേട്ടോ. എല്ലുകളുടെ ആണെങ്കിലും കണ്ണുകളുടെ ആരോഗ്യത്തിന്, എല്ലുകളുടെ ആരോഗ്യത്തിന്, നമ്മുടെ മൊത്തം ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിൽ മായം ഒന്നും ചേരുന്നില്ല. കാരണം നമ്മൾ ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആ ഒരു പ്ലാവിൽ നിന്ന് പറിച്ചെടുത്ത് നമ്മൾ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണിത്. ഏറ്റവും വലിയൊരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ചുള തന്നെ എന്തും നല്ല മധുരമല്ലേ.
ഇതിപ്പോൾ നമ്മൾ ഈ പറിച്ചിട്ട ഈ ഒരു ചക്ക ഉണ്ടല്ലോ, ഇത് ഇപ്പോൾ ഒന്നും പഴുക്കില്ല കേട്ടോ. ഇതിന് ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ കഴിഞ്ഞാലേ പഴുക്കുള്ളൂ. ഇതാണ് കേട്ടോ ഏറ്റവും മൂത്തത്. ഇങ്ങനെ മുള്ള് വിരിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ മേലെ കാണുന്ന ആ ഒരു മുള്ളുണ്ടല്ലോ അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.